കുത്തുകളെന്ന് കഴിയുന്നവരുടെ വിജാതീയരുടെ ഇടയിലേക്ക് എന്നാളും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത ഏക മിഷൻ പ്രസ്ഥാനമാണ് സെന്റ് പോൾ മിഷൻ ഓഫ് ഇന്ത്യ. ഇന്ന് ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ പടർന്ന് പന്തലിച്ച് ഒരു ഘടകവൃക്ഷമായി മാറിയിരിക്കുകയാണ്. സദയം എഴുന്നള്ളിയെത്തിയിരിക്കുന്നത് നമ്മുടെ മിഷൻ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയാണ്. ആ ശ്രേഷ്ഠാചാര്യൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഒരു മുടക്കവും കൂടാതെ ഈ പ്രസ്ഥാനം വളർന്നു പന്തലിച്ചു വരുന്നു. അതോടൊപ്പം കോട്ടയം മേഖലയുടെ സ്നേഹ ആദരവുകൾ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൺവെൻഷനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ സ്വയത്തിലേക്ക് ചുരുങ്ങുന്നവരായി നാം മാറുകയാണ്. കുരിശെടുക്കുവാനായിട്ട് ദൈവം നമ്മോട് കൽപ്പിക്കുമ്പോൾ കുരിശിനെ ഉപേക്ഷിക്കുവാൻ അത്രേ നമുക്ക് വാഞ്ചിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ദൂരം വർദ്ധിച്ചു വരുന്നത്. സ്വയം ത്യജിക്കാതെ, ഞാനെന്ന ഭാവം ഉപേക്ഷിക്കാതെ, കുരിശെടുക്കാതെ നമ്മുടെ കർത്താവിനെ അർത്ഥവത്തായി പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയും പലയിടത്തും പറഞ്ഞതാണ്, വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം. ഞാൻ ഈ തിരുവല്ലയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ പരുമലയിലാണ് താമസിക്കുന്നത്. തിരുവല്ലക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അതിനെ ക്ഷമിക്കുന്നു എന്നോട്. എൻ്റെ മാമയൊക്കെ എന്നെ നോക്കിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ പലരുടെയും പേര് ഞാനെന്നാണ്. അവർക്ക് വേറെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനെന്നാണ് അവർ സ്വയം അറിയപ്പെടുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ ഫോൺ വിളിച്ചപ്പോഴേ, ആ സമയത്താണ് നമ്മുടെ ഫോൺ വിളി കൂടുതലും. ആ സമയത്ത് ഒരാൾ ഫോൺ വിളിച്ച് ഞാൻ മനസ്സോടെ എടുത്തപ്പം എന്നോട് പറയാണ്, ഞാനാ തിരുവേനി. ഞാൻ വിട്ടുകൊടുക്കും. ഞാൻ പറഞ്ഞാണോ തിരുവേനി? ഞാനല്ലേ തിരുവേനി. അവൻ പറഞ്ഞു, അതല്ല തിരുവേനി ഞാൻ ഉദ്ദേശിച്ചത്, ഞാനാ തിരുവേനി. ഞാൻ പറഞ്ഞു, നീ അല്ല തിരുവേനി, ഞാനാ തിരുവേനി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തർക്കിച്ചു. തമാശയാണെങ്കിലും ഈ ഞാനെന്ന ഭാവം ഞാനും കൈവിടുന്നില്ല, അവനും കൈവിടുന്നു. അവൻ ഉദ്ദേശിച്ചത് ഞാനെന്ന് അവൻ പറയുമ്പോൾ അവൻ്റെ ശബ്ദം കേട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിലും എത്ര എളുപ്പമാണ് ഞാൻ രാജന അല്ലെങ്കിൽ തോമസ ചാക്കോയാണെന്ന് പറഞ്ഞാൽ. ഞാനെന്ന ഭാവം അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിലും അത് വിടാതെ, അത് ത്യജിക്കാതെ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഞാൻ മുമ്പിൽ നിന്നാൽ കർത്താവ് പുറകിലാകും. കർത്താവ് മുമ്പിലാവണം, ഞാൻ പുറകിൽ നിൽക്കണം. ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ അനുയായി എന്ന, ക്രിസ്ത്യാനി എന്ന പേരിന് അർഹതയുണ്ടാകുന്നത്. എവിടെയാണ് നമ്മുടെ നിക്ഷേപം? ലോകം മുഴുവൻ നേടിയാലും ബാക്കി ഭാഗത്ത് അത് വിവരിക്കുന്നു. നിങ്ങൾ കർത്താവിനെ നഷ്ടപ്പെടുത്തിയാൽ, ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയാൽ, ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും എന്താണ് ആർജിക്കുന്നത്? സ്വന്തം ബാങ്ക് ബാലൻസ് കൂടണം. രാഷ്ട്രീയ പരാമർശങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല. ഞാൻ ഒത്തിരി വിവാദത്തിൽ ചെന്ന് ചാടിയിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി സൂക്ഷിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും കോടികൾ മതിയില്ല. 1 കോടി കിട്ടിയാൽ പോരാ, 10 കോടി കിട്ടിയാൽ പോരാ, 200 പോരാ. ആർജിക്കണം. എനിക്ക് കൂടുതൽ ഉണ്ടാവണം. എൻ്റെ ബാങ്കിൽ പണം കൂടി വരണം. മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ല. ഡേവിഡ് ചിറമേലച്ചൻ എല്ലാവർക്കും പരിചയമുള്ള പേരായത് എപ്പോഴാണ്? അദ്ദേഹത്തിന് ദൈവം നൽകിയ 2 വൃക്കകളിൽ ഒന്ന്, 2 വൃക്കകളും നഷ്ടപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ മരണാസന്നനായി കിടന്ന ഒരു ഹൈന്ദവ സഹോദരന് അദ്ദേഹം ദാനം ചെയ്യാൻ തീരുമാനിച്ചതോടുകൂടി ഡേവിഡ് ചിറമേലച്ചൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പുരോഹിതനായി. അദ്ദേഹം അതിനുശേഷം ഒരു കിഡ്നി ഫൗണ്ടേഷൻ ഉണ്ടാക്കി ധാരാളം പേരെ അവയവദാന കർമ്മത്തിലേക്ക്, വലിയ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ചിലതൊക്കെ സമാഹരിച്ചൊരു പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഹൃദയസ്പർശിയായ ധാരാളം അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിലൊരെണ്ണം മാത്രം ഞാൻ പെട്ടെന്ന് പറയും. 2 വൃക്കകളും തകരാറിലായി മരണാസന്നനായി കിടക്കുന്ന ഒരു പിതാവ്, അദ്ദേഹത്തിന് 2 മക്കളാണ്. മൂത്ത മകൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇളയ മകൻ കൂടെയുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്.
ഈ പിതാവിൻ്റെ ഭാര്യ മരിച്ചു. മൂത്ത മകൻ ഗൾഫിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് മുഴുവൻ അപ്പന് വേണ്ടി അയച്ചു കൊടുക്കുകയാണ് ചികിത്സയ്ക്കും മരുന്നിനും. തികയാതെ വരുന്നത് ഇളയ മകൻ കൂട്ടുകാരെയും മറ്റുള്ളവരെയും പോയി സമീപിച്ച് കളക്ട് ചെയ്ത് അങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു. മകൻ ഗൾഫിൽ ഓടിയെത്തി. രണ്ടുപേരും 2 മക്കളും അപ്പന്റെ കട്ടിലിൽ ഇരിക്കുന്ന അവസരത്തിലേക്ക് ഡേവിഡ് ചിറമേലച്ചനോട് കടന്നിരുന്നു. അപ്പന്റെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ ചോദിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകനും അച്ഛനോട് പറയുകയാണ്, അച്ഛൻ ത്യജിച്ച് കുരിശെടുക്കുവാനുള്ള വിളി നമ്മൾ എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ കാലങ്ങളിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ആലോചിച്ചു. വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ ദിനങ്ങളാണ് ഇനി നമുക്ക് വരാനുള്ളത്, നമ്മുടെ രാജ്യത്തുൾപ്പെടെ. അതുകൊണ്ട് സാക്ഷ്യത്തെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. കുരിശെടുക്കാൻ നമുക്ക് എന്ത് മടിയാ. ചെറിയ അസുഖം വരുമ്പോൾ, ധനനഷ്ടം വരുമ്പോൾ എന്ത് പെറുപെറുപ്പാണ്. കുരിശെടുത്ത് എന്നെ അനുഗമിക്കുവാനുള്ള കർത്താവിന്റെ കൽപ്പന സ്വീകരിക്കുവാൻ നമുക്കെന്ത് മടിയാണ്. എന്താണ് കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ? ഒരു കഥയുണ്ട്. കുറെ ആളുകൾ ഭാരമുള്ള വലിയ കുരിശ് വഹിച്ചുകൊണ്ടൊരു പ്രദക്ഷിണം, ഒരു വിലാപയാത്ര ഒരു കുരിശിന്റെ വഴി നടത്തുകയാണ്. കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ഷരികമായിട്ട് അങ്ങനെ നിർവഹിക്കുന്നവരുമുണ്ട്. അതിനപ്പുറത്താണ് കുരിശെടുക്കുക എന്നുള്ളതിന്റെ അർത്ഥമെങ്കിലും കഥയിൽ ഒരു പാഠമുണ്ട്. അവരിങ്ങനെ കുറെ ആളുകൾ വളരെ ദൈർഘ്യമുള്ള, ഭാരമുള്ള, നീളമുള്ള, വീതിയുള്ള, കനമുള്ള കുരിശുകൾ വഹിച്ചുകൊണ്ട് ഒരു വിലാപയാത്ര കുരിശിന്റെ വഴി നടത്തുകയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തങ്കച്ചൻ തോമസ്, വേദിയിലെ മറ്റ് സഹപ്രവർത്തകരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സമ്മിശ്രങ്ങളായ വികാരങ്ങളോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു വശത്ത് സന്തോഷവും മറുവശത്ത് അല്പവും ഖേദവും എൻ്റെ മനസ്സിലുണ്ട്. സന്തോഷത്തിൻ്റെ കാരണം ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണെങ്കിലും അതോടൊപ്പം തന്നെ കുറ്റബോധവും എൻ്റെ മനസ്സിലുണ്ട്. ഇതിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ എല്ലാ ഗൗരവത്തിലും ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എന്ന സംശയം എൻ്റെ മനസ്സിലുണ്ട്. സമ്മിശ്രങ്ങളായ വികാരങ്ങളോടുകൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, മിഷന്റെ പല പരിപാടികൾക്കും പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും എത്തിച്ചെല്ലുവാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ള കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ എൻ്റെ സഹപ്രവർത്തകരൊക്കെ അത് മനസ്സിലാക്കി അതൊക്കെ എന്നോട് പൊറുക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്.
നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ മതിയായ കാരണങ്ങളും ഏകദേശം 20 സ്റ്റേറ്റുകളിലായി, 20 നേപ്പാളും കൂടെ കൂട്ടിയാൽ അതിലും കൂടും. നമ്മുടെ ഈ പ്രസ്ഥാനം അതിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഒരു കാലത്ത് കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ഇടയിലേക്ക് കാലാവസ്ഥയുടെയും മറ്റ് പ്രാതികൂല്യങ്ങളൊന്നും വകവയ്ക്കാതെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ ആർത്തിയോടെ കടന്നു ചെല്ലുന്ന നമ്മുടെ മിഷണറിമാരെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവരുടെ എല്ലാവരുടെയും പാദങ്ങൾ തൊട്ട് അദൃശ്യമായി ഞാൻ ചുംബിക്കുന്നു. കാരണം അവർ ചെയ്യുന്ന വേല ശുശ്രൂഷ അത്രയും മഹത്തരമാണ്. അവരെയും അവരുടെ കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മിഷണറി പ്രസ്ഥാനത്തെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിന് നേതൃത്വം നൽകുന്ന സഹോദരങ്ങളെയും വൈദികരെയും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സ്മരിക്കാം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതത്ര എന്ന യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കണം, സുവിശേഷീകരണമില്ലാത്ത സഭയും ചത്തതാണ്. മിഷനില്ലാത്ത, സുവിശേഷീകരണമില്ലാത്ത സഭയ്ക്ക് ജീവനില്ല. ഉള്ളിൽ ആത്മാവുള്ള, ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ള സഭയ്ക്ക്, വ്യക്തിക്ക്, സമൂഹത്തിന് ആത്മാവിന്റെ സത്യം വിളിച്ചു പറയാതിരിക്കാനാവില്ല. ഈ വരുന്ന ഞായറാഴ്ച പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കുന്ന പുതുക്കുന്ന ഞാനും നിങ്ങളും സുവിശേഷീകരണത്തിനായി എന്നെയും നിങ്ങളെ പുനഃപ്രതിഷ്ഠിക്കണം. വാക്കിലും പ്രവൃത്തിയിലും കർത്താവിന് സാക്ഷിക്കുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. കോട്ടയം മേഖലയുടെ ഈ കൺവെൻഷൻ അതിന് നമ്മളെല്ലാവരെയും സജ്ജരാക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നീലിമംഗലം പള്ളിയിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അതിനുശേഷം ഒരു കുടുംബയോഗത്തിൽ സംബന്ധിച്ചു. ഉച്ച കഴിഞ്ഞ് അഭിവന്യ പിതാവായ കുര്യാക്കോസ് മാർ സേവേറിയൂസ് തിരുമേനിയുടെ പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. ഇവിടെ നിന്ന് ഒരു 7:30 മണിക്കെങ്കിലും പോയെങ്കിലേ പാണമ്പടി പള്ളിയിലെ ഒരു പ്രാർത്ഥന യോഗത്തിലെ ഒരു സന്ദേശം കൊടുക്കുവാനായിട്ട് എത്തുകയും കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് പരുമലയിലെത്തണം. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനൊരു ചെറിയ സന്ദേശം നൽകി ഉടനെ തന്നെ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും വീണ്ടും എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ സമയവും നിങ്ങളോടുകൂടി ആയിരിക്കാനും ചെലവഴിക്കാനും ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ അപര്യാപ്തത നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സവിനയം ഞാൻ ഓർപ്പിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ച് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വളരെ പരിചിതമായ വേദഭാഗമാണ്. മർക്കോസിന്റെ സുവിശേഷം 8:35 അനിയാമറമ്പലച്ചൻ പരിഭാഷ ചെയ്ത വേദപുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ആരെങ്കിലും എന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ
യേശുവിനെ കണ്ടു. ഞാൻ വിനയത്തോട് ചോദിക്കട്ടെ, കാൽവരിയിൽ എനിക്ക് നിങ്ങൾക്കും പകരമായി യാഗമായി തീർന്നു നമ്മുടെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചല്ലോ. ഞാൻ മരിക്കേണ്ടിയ സ്ഥാനത്ത്, നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് പകരക്കാരനായി മരിച്ച യേശുവിനെ കണ്ടിട്ടുള്ള ദൈവങ്ങൾക്കായി സ്തോത്രം. നിങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച കൈപ്പിടിയിൽ കുടിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച വായന കേടാത്തത് കൊണ്ട്, ഒരർത്ഥവും വരാത്തത് കൊണ്ട് എന്ത് ചതിവ് ചെയ്താലും, പള്ളി മുറിക്കകത്തിരുന്ന് മദ്യപിച്ചാലും, പാപം ചെയ്താലും, പള്ളിയുടെ പണം മോഷ്ടിച്ചാലും, ഒന്നും വരാത്ത കാലം, ഒന്നും സംഭവിക്കാത്ത കാലം, പിന്നെ എന്തിന് ഭയപ്പെടണം? എന്ത് തോന്നിവാസം ചെയ്താലും സ്ഥലങ്ങളിൽ കോട്ടയം ഭദ്രാസനത്തിന്റെ വിവിധ ഇടവകളിൽ നിന്ന് ഇവിടെ കടന്നു വന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാം വിലയേറിയ പ്രാർത്ഥന കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിനെ ഇത്രയേറെ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിച്ചത്. നിങ്ങളുടെ നിരന്തര പ്രാർത്ഥനയിൽ ഇനിയും ഈ പ്രസ്ഥാനത്തെ ഓർക്കുകയും ബ്രഹ്മചര്യമാരെയും ഇതിലെല്ലാ പ്രവർത്തകരെയും തെറ്റുകളൊന്നും കൂടാതെ കാൽവരിയിലേക്ക് നിങ്ങൾക്കും പകരമായി യാഗമായി തീർന്നു നമ്മുടെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചല്ലോ. ഞാൻ മരിക്കേണ്ടിയ സ്ഥാനത്ത്, നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് പകരക്കാരനായി മരിച്ച യേശുവിനെ കണ്ടിട്ടുള്ള ദൈവങ്ങൾക്കായി സ്തോത്രം. നിങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച കൈപ്പിടിയിൽ കുടിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച വായന കേട്ടോ. പ്രിയമുള്ളവരെ, സ്തോത്രം. യേശു ക്രിസ്തുവും അതേ മരിച്ചുപോയ വിശുദ്ധന്മാരും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും അടങ്ങുന്ന സ്ഥാപിക്കപ്പെടാൻ പോകുന്ന മഹത്വരാജ്യത്തിന്റെ ചെറിയൊരു പ്രതീകം പത്രോസിനും യോഹന്നാനും യാക്കോബിനും കാണിച്ചു കൊടുത്തപ്പോൾ പത്രോസിന് സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായി. അവൻ വിളിച്ചു പറഞ്ഞു, ഒരു ഞാൻ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. അതേ പ്രിയമുള്ളവരെ, സ്തോത്രം. സ്വർഗരാജ്യത്തിന്റെ ചെറിയൊരു പ്രതീകം, ഒരു തേജസ്. അതേ പ്രിയമുള്ളവരെ, അതേ കോട്ടയം മേഖലയുടെ നേതൃത്വത്തിൽ സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമായി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്ന ഒരു പുരോഹിതൻ തന്നെയാണ് ഫാദർ ബിനു. ബിനു എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. ഫാദർ ബിനുവിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി ഇന്ന് തിരുവചനം ഘോഷിക്കുന്നത് നമ്മൾ കണ്ടില്ല. ഇന്ന് രാത്രി എന്റെ വിഷയം തലപൊക്കി നോക്കുക എന്നതാണ്. തലപൊക്കി നോക്കി യേശുവിനെ കാണണം. ഇന്ന് രാത്രി യേശുവിനെ കണ്ടെച്ചു വേണം. വേറെ ആരെ കണ്ടാലും പ്രയോജനമില്ല. ദൈവമക്കളെ, സ്തോത്രം. കാണേണ്ടിയവനെ കണ്ടേച്ചു പോകണം. അവനെ കണ്ടിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് യേശുവിനെ കണ്ടു. ഒരു കട്ടിക്കൂടെ ചേർന്ന് വായിക്കാം. 18-18 അതിന് 2-ാമത്തെ നിങ്ങൾ കർത്താൻ വായിച്ചൊക്കെ ഒത്തിരി ഭക്തികൾ നോക്കിയിട്ടുണ്ടാകും, ഒത്തിരി ആകാര ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ടാകും. ഞാൻ യേശുവിനെ മുഖാമുഖം കണ്ടിട്ടുണ്ടാകും. കാൽവരിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ടാകും. 2 കള്ളന്മാരുടെ മധ്യ പെരുന്നവനെ പോലെ തൂങ്ങിക്കിടക്കുന്നവനെ ഞാൻ കണ്ടു. പെൻഡുല ശാസ്ത്രം ഭൂമിയിലെയും ഗ്രഹത്തിന്റെയും പോസിറ്റീവ് നെഗറ്റീവ് എനർജി കൃത്യമായി പ്രവചിക്കുന്ന ശാസ്ത്രമാണ് പെൻഡുല ശാസ്ത്രം. പഞ്ചലോഹ നിർമ്മിതമായ പെൻഡുലം കൊണ്ടുള്ള പ്രവചനം ഐശ്വര്യദായകമാണ്. ഗ്രഹത്തിന്റെയും വസിക്കുന്ന ആളിന്റെ മനോനിലയും പെൻഡുലം കൊണ്ട് പരിശോധിച്ച് വാസ്തുദോഷങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഐശ്വര്യത്തിന്റെ പാതയിൽ മുന്നേറാം. കൃത്യമായ വാസ്തുദോഷ പരിഹാരത്തിന് ശ്രീ വിജയൻ ആചാര്യ. വാസ്തുശാസ്ത്രം, താമ്പൂല ലക്ഷണം, ദീപലക്ഷണം, ജ്യോതിശാസ്ത്രം, നിമിത്ത ലക്ഷണം, ദൂതലക്ഷണം എന്നീ ശാസ്ത്രശാഖയിലെ അറിവും നിഷ്ഠയോടുകൂടിയുള്ള ജീവിതക്രമവും പ്രവചനങ്ങൾ കുറ്റമറ്റതാക്കുന്നു. പഴയതും പുതിയതുമായ ഗ്രഹത്തിന്റെയും സ്ഥലത്തിന്റെയും പ്ലാൻ കണ്ട് വാസ്തുദോഷ പരിഹാരം നടത്തപ്പെടുന്നു. ഒപ്പം ഗ്രഹത്തിന്റെയും കിണറിന്റെയും സ്ഥാനനിർണയവും. ശ്രീ വിജയൻ ആചാരി, കോട്ടമുറിക്കൽ, നാലിനാക്കൽ, വാഗത്താനം.